നമസ്കാരം. ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കൊരു പ്ലെയിനിൽ ഒരു പോയിന്റ് തന്നിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു പോയിന്റ്. ആ പോയിന്റിനെ നമുക്ക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെ സൂചിപ്പിക്കാം. മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുക, കോർഡിനേറ്റ്സിൻ്റെ മലയാളം സൂചക സംഖ്യകൾ അല്ലെങ്കിൽ നിർദ്ദേശാങ്കങ്ങൾ എന്ന് ആണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച്, ദാറ്റ് മീൻസ് നിർദ്ദേശാങ്കങ്ങൾ അല്ലെങ്കിൽ സൂചക സംഖ്യകൾ, ഞാൻ ഇനി കോർഡിനേറ്റ്സ് എന്ന വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായുള്ളതല്ല, പക്ഷേ നമുക്ക് ഈ മാത്സ് പഠിക്കുമ്പോൾ പലയിടത്തും ആവശ്യമായി വരുന്നതാണ് പോയിന്റുകൾ മാർക്ക് ചെയ്യുക, പോയിന്റുകളെ കോർഡിനേറ്റ് ഉപയോഗിച്ച് സൂചിപ്പിക്കുക. പഠിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. അതിന് നമ്മൾ ചെയ്യുന്നത്, ഒരു പ്ലെയിനിൽ പോയിന്റുകൾ തന്നിരിക്കുകയാണ്. പോയിന്റുകളെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ലൈനുകളിൽ ഒന്ന് ഹൊറിസോണ്ടലായി, ദാറ്റ് മീൻസ് തിരശ്ചീനമായി വരയ്ക്കുന്ന ലൈൻ, മറ്റൊന്ന് വെർട്ടിക്കലായിട്ട്, അതായത് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈൻ, പരസ്പരം മീറ്റ് ചെയ്യുന്ന രണ്ട് ലൈനുകളാണ് ആദ്യം എടുക്കേണ്ടത്. ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. ഈ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന പേര് വിളിക്കുന്നു, ഈ വെർട്ടിക്കൽ ലൈനിനെ വൈ ആക്സിസ് എന്ന പേരും വിളിക്കുന്നു. ഈ രണ്ട് ലൈനുകളും തമ്മിൽ ഈ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. എക്സ് ആക്സിസ് ഈ ഹൊറിസോണ്ടലായി തിരശ്ചീനമായി കാണുന്ന ലൈനാണ്, വൈ ആക്സിസ് ഈ വെർട്ടിക്കലായി, ദാറ്റ് മീൻസ് ലംബമായി കാണുന്ന ലൈനാണ്. ഈ രണ്ട് ലൈനുകളും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്ന പേര് വിളിക്കുന്നു, ഒ എന്ന സിമ്പൽ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ആ രണ്ട് ലൈനുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ് ആക്സിസ് ഈ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഇതിൽ ഒറിജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവായും ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവായും പരിഗണിക്കുന്നു. വൈ ആക്സിസിൽ ഒറിജിൻ്റെ മുകളിലേക്ക് പോസിറ്റീവായും ഒറിജിൻ്റെ താഴേക്ക് നെഗറ്റീവായും പരിഗണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് ആക്സിസുകൾ വരച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഓർക്കുക, ഒറിജിനിൽ എക്സ് ആക്സിസിൽ റൈറ്റ് പോസിറ്റീവ്, ലെഫ്റ്റ് നെഗറ്റീവ്, വൈ ആക്സിസിൽ മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പ്ലെയിൻ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഈ ഭാഗത്തെ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഒന്നാം ചതുർത്ഥാംശം എന്ന് വിളിക്കും. ഇതിനെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്നും ഇതിനെ തേർഡ് ക്വാഡ്രന്റ് എന്നും ഇതിനെ ഫോർത്ത് ക്വാഡ്രന്റ് എന്നും വിളിക്കുന്നു. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് പറയാം. ഇനി എങ്ങനെയാണ് നമുക്കൊരു പോയിന്റ് തന്നിരിക്കുക, ഒരു പോയിന്റ് തന്നിരിക്കുന്നു. ഈ പോയിന്റിനെ നമ്മൾ എങ്ങനെ, നമുക്കൊരു പി എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിരിക്കുന്നു, എങ്ങനെയാണ് ഈ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച്, ഞാൻ നേരത്തെ മലയാളത്തിൽ സൂചിപ്പിച്ച സൂചക സംഖ്യ അല്ലെങ്കിൽ നിർദ്ദേശാങ്കങ്ങൾ എന്ന് പറയുന്നത്, കോർഡിനേറ്റ്സ് എന്ന ടേം മാത്രമേ ഞാൻ ഇതിന് തുടർന്ന് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഈ പോയിന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോണത്. അതിന് ആദ്യം ചെയ്യേണ്ടത്, ഈ പിയിൽ നിന്നും നമ്മുടെ എക്സ് ആക്സിസ് ഉണ്ടല്ലോ, ഇതാണ് എക്സ് ആക്സിസ്, അങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ അഥവാ ലംബം വരയ്ക്കുക. പിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്കാണ് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. കണ്ടോ, പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരച്ചപ്പോൾ അത് എക്സ് ആക്സിസിനെ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പോയിന്റ് എ എന്നിരിക്കട്ടെ. ആ പിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്ത പോയിന്റാണ് ക്യാപിറ്റൽ എ എന്ന് നമ്മൾ പേര് കൊടുത്തത്. ഇത് ഈ ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സ് കോർഡിനേറ്റ്? പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്ത പോയിന്റ് എ, ആ പോയിന്റിന് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എക്സ് കോർഡിനേറ്റ് എന്ന് പേര് വിളിക്കുന്നത്. ഈ ഒ എ എന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഒ എ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ടായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് നമ്മൾ പോസിറ്റീവായി കണക്കാക്കും. ഈ പി എന്ന പോയിന്റ് ഇപ്പുറത്തായിരുന്നെങ്കിൽ, ഇവിടെ ആയിരുന്നുവെങ്കിൽ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്.
അപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റിനെ നെഗറ്റീവായി കണക്കാക്കുക. ഡയറക്ഷൻ വെച്ചിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നത്. റൈറ്റിലേക്ക് മെഷർ ചെയ്താൽ പോസിറ്റീവും ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്താൽ നെഗറ്റീവും. അപ്പോൾ എന്താണ് എക്സ് കോർഡിനേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായിരിക്കണം, ഒ എ എന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് കോർഡിനേറ്റ് എന്ന് പറയുന്നത്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഒ എ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ പൊതുവെ പറയാം, പിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരച്ചു, അത് എയിൽ മീറ്റ് ചെയ്തു. ഒ എ എന്ന ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ എക്സ് സൂചക സംഖ്യ അല്ലെങ്കിൽ എക്സ് നിർദ്ദേശാങ്കം എന്ന് മലയാളത്തിൽ പറയും. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് വേണം. അതിന് നമ്മൾ ചെയ്യുന്നത്, ഈ പിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. വൈ ആക്സിസിലേക്കാണ് വരച്ചു. വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ അത് വൈ ആക്സിസിനെ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പോയിന്റിനെ ഞാൻ ക്യാപിറ്റൽ ബി എന്ന പേര് വിളിക്കുന്നു. ഈ പോയിന്റിനെ ക്യാപിറ്റൽ ബി എന്ന പേര് വിളിച്ചു. ദെൻ ഈ ഒ ബി എന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഒ ബി എന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് വൈ കോർഡിനേറ്റ്. ഡിസ്റ്റൻസ് ഒ ബി ആണ് നമ്മൾ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒ ബി ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ രണ്ട് കോർഡിനേറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഒന്നുകൂടി പറയാം. പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരച്ചു, അത് എയിൽ മീറ്റ് ചെയ്തു. അപ്പോൾ ഒ എ ആണ് എക്സ് കോർഡിനേറ്റ്. പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരച്ചു, അത് ബിയിൽ മീറ്റ് ചെയ്തു. അപ്പോൾ ഒ ബി ആണ് വൈ കോർഡിനേറ്റ്. ഇവിടെ ഈ ഒ ബി മുകളിലേക്ക് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് പോസിറ്റീവായി കണക്കാക്കും. നേരെ മറിച്ച് താഴേക്കായിരുന്നു എങ്കിൽ അത് വൈ കോർഡിനേറ്റിനെ നമ്മൾ നെഗറ്റീവായി കണക്കാക്കിയാണ്. അപ്പോൾ നമ്മൾ രണ്ട് കോർഡിനേറ്റുകൾ പരിചയപ്പെട്ടു, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. നമ്മൾ രണ്ട് കോർഡിനേറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഇനി അപ്പോൾ നമ്മൾ എങ്ങനെ ഈ പിയുടെ കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യും? പിയുടെ കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്, ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ്, ദെൻ വൈ കോർഡിനേറ്റ്, ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതും. ഇത് വായിക്കുന്നത് ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നാണ്. ഓർഡേർഡ് പെയർ എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഒരു പെയറാണ്, രണ്ട് എലമെന്റ് ഉള്ളതുകൊണ്ടാണ് അതിനെ പെയർ എന്ന് വിളിച്ചത്. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു പെയർ അല്ല, അതിനൊരു പ്രത്യേക ഓർഡറുണ്ട്, ഒരു ക്രമമുണ്ട്. എന്താ ക്രമം? ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ്, ദെൻ വൈ കോർഡിനേറ്റ്. ഒരു ഓർഡേർഡ് പെയർ ഫോമിലാണ് എഴുതേണ്ടത്. ഈ എക്സ് വൈ എന്ന ഈ ഓർഡേർഡ് പെയറിനെയാണ് നമ്മൾ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓർഡേർഡ് പെയർ എക്സ് വൈ ഈസ് കാൾഡ് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പി. മലയാളത്തിൽ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ നിർദ്ദേശാങ്കങ്ങൾ എന്ന് വിളിക്കും. കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പി, ഓർഡേർഡ് പെയർ എക്സ് വൈ. ആ എക്സ് വൈ ആണ് നമ്മൾ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 6 ആണ് എന്നും ഈ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 3 ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒ എ 6 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 6 ആണ് എന്നർത്ഥം. ഒ ബി 3 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് 3 ആണ് എന്നർത്ഥം. അപ്പോൾ കോർഡിനേറ്റ് നോക്കുമ്പോൾ 6 3 എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്താണ് കോർഡിനേറ്റ്സ് എന്ന്. ഇപ്പോൾ നമുക്കൊരു ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ 5ലാണ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് 5 ആണ്, അതുകൊണ്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 5 ആയിരിക്കും. ഇവിടെ നിങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ 2ലാണ് മീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ് 2 ആയിരിക്കും. ദാറ്റ് മീൻസ് ആ പോയിന്റിന്റെ കോർഡിനേറ്റ് 5 2 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോർഡിനേറ്റ് എന്ന ഐഡിയ കിട്ടിക്കാണും. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ കോർഡിനേറ്റ് ഡിഫൈൻ ചെയ്തത് ഒന്നുകൂടി സൂചിപ്പിക്കാം. പിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു, എയിൽ മീറ്റ് ചെയ്തു. അപ്പോൾ ഒ എ ആണ് എക്സ് കോർഡിനേറ്റ്. പിയിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു, ബിയിൽ മീറ്റ് ചെയ്തു. അപ്പോൾ ഒ ബി ആണ് വൈ കോർഡിനേറ്റ്. ദെൻ പിയുടെ കോർഡിനേറ്റ് എക്സ് വൈ എന്ന് എഴുതുന്നത്. എപ്പോഴും ഓർക്കുക, എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്, വൈ കോർഡിനേറ്റ് രണ്ടാമതാണ് എഴുതേണ്ടത്. ഇനി ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒ എ എക്സ് ആണെന്ന് പറഞ്ഞു. ഒ എ എക്സ് ആണെങ്കിൽ ഈ പി ബി എന്ന് പറയുന്നത് എക്സ് തന്നെയാ. കണ്ടോ, ഈ പി ബിയും എക്സ് തന്നെയാണ്. അതുപോലെ ഒ ബി വൈ ആണ് എന്ന് പറഞ്ഞു. ഒ ബി വൈ ആണെങ്കിൽ ഈ പി എയും വൈ തന്നെയാണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് ഒ എ എന്നും പറയാം, പി ബി എന്നും പറയാം. വൈ കോർഡിനേറ്റ് നമുക്ക് ഒ ബി എന്നും പറയാം,
പി എ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് കോർഡിനേറ്റുകൾ, രണ്ട് പെർപെൻഡിക്കുലറുകൾ വരച്ചിട്ടാണ് കോർഡിനേറ്റ് പറഞ്ഞത്. എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ടാണ് എക്സ് കോർഡിനേറ്റ് പറഞ്ഞത്. വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ടാണ് നമ്മൾ വൈ കോർഡിനേറ്റ് പറഞ്ഞത്. പക്ഷേ ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പെർപെൻഡിക്കുലർ മാത്രം വരച്ചാലും നമുക്ക് ഈ കോർഡിനേറ്റുകൾ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ മാത്രം വരയ്ക്കാൻ പോവുകയാണ്. ഈ പെർപെൻഡിക്കുലർ അങ്ങ് ഒഴിവാക്കുകയാണ്. എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ മാത്രം വരച്ചിട്ട് വൈ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലറിനെ അങ്ങ് ഒഴിവാക്കുകയാണ്. ഇപ്പൊ നോക്കിയേ, ഒറ്റ പെർപെൻഡിക്കുലർ പിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു, എയിൽ മീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഒ എ എക്സും പി എ വൈ എന്ന് പറയാം. ഒ എ ഇസിക്കൽ ടു എക്സ്, പി എ ഇസിക്കൽ ടു വൈ എന്ന് പറയാം. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് ഇതിനെ പറയാം. ഞാനിപ്പോൾ എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് വരച്ചത്, അതിന് പകരം ഞാൻ വൈ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ മാത്രം വരച്ചിട്ട് എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലറിനെ ഒഴിവാക്കുകയാണ്. വൈ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ മാത്രമായി വരയ്ക്കുക, എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലറിനെ ഒഴിവാക്കി. ഒറ്റ പെർപെൻഡിക്കുലറേ ഉള്ളൂ വൈ ആക്സിസിലേക്ക്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒ ബി വൈ ആണ്, പി ബി എക്സ് ആണ്. ഒ ബി വൈ കോർഡിനേറ്റ്, പി ബി എക്സ് കോർഡിനേറ്റ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അപ്പൊ ഈ വിവിധ രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി സൂചിപ്പിക്കാം. നമ്മൾ രണ്ട് ആക്സിസുകൾ എടുത്തു, മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ, പി എന്ന പോയിന്റ് എടുത്തു. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കണം, അത് എയിൽ മീറ്റ് ചെയ്യുന്നു, ഒ എ ആണ് എക്സ്. പിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരയ്ക്കണം, ബിയിൽ മീറ്റ് ചെയ്യുന്നു, അപ്പോൾ ഒ ബി ആണ് വൈ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒ എ എക്സ് ആണ്, അപ്പോൾ പി ബിയും എക്സ് ആണ്. ഒ ബി വൈ ആണ്, അപ്പോൾ പി എയും വൈ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ഇതുപോലെ കോർഡിനേറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകളിൽ കോർഡിനേറ്റ് കാണിക്കാം. ഞാനൊരു പോയിന്റ് 2,5 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ പോവാം. 2,5 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 2. അപ്പൊ എക്സ് കോർഡിനേറ്റ് 2 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ 2 യൂണിറ്റ് റൈറ്റിലേക്ക് വരണം. വൈ കോർഡിനേറ്റ് 5, ദാറ്റ് മീൻസ് വൈ ആക്സിസിൽ 5 യൂണിറ്റ് മുകളിലേക്ക് വരണം. അപ്പോൾ x2ഉം y5 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഒരു പോയിന്റ് ആയിട്ട് വരും. ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് 2, 5. കണ്ടോ, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ 2ലാണ് മീറ്റ് ചെയ്യുന്നത്, എക്സ് കോർഡിനേറ്റ് 2. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചാൽ അത് വൈ ആക്സിസിലാണ് മീറ്റ് ചെയ്യുന്നത്, 5ലാണ് മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ വൈ കോർഡിനേറ്റ് 5. ഇനി പോയിന്റ് ഇപ്പോഴത്തെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇവിടെ നോക്കുക, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെ പറയാം? നമ്മൾ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്നു, -3ലാണ് മീറ്റ് ചെയ്ത്, അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 3 ആണ്, പക്ഷെ ലെഫ്റ്റ് സൈഡിലോട്ടായതാണ് അത് -3 ആയത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -3. പിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക, അത് 2ലാണ് മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ വൈ കോർഡിനേറ്റ് 2 ആണ്, അതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ് -3, 2. മറ്റൊരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു, നോക്കാം, ഈ പോയിന്റ്. ഇതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒന്ന് പറയാൻ ശ്രമിക്കുക. ഒരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരച്ചാൽ -2ൽ മീറ്റ് ചെയ്യുന്നു, അപ്പോൾ എക്സ് കോർഡിനേറ്റ് -2. ഒരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരച്ചാൽ അത് -3ൽ മീറ്റ് ചെയ്യുന്നു, അപ്പോൾ വൈ കോർഡിനേറ്റ് -3. ഒരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് ഇവിടുന്ന് പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ അത് 4ലാണ് മീറ്റ് ചെയ്യുന്നത്, എക്സ് കോർഡിനേറ്റ് 4. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരച്ചാൽ അത് -2ലാണ് മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ വൈ കോർഡിനേറ്റ് -2. ഞാൻ ഇത് എടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 ക്വാഡ്രന്റുകളെ കുറിച്ച്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ് ഇതിന്റെ വിളിക്കുന്ന പേര്. ഈ ഭാഗത്തെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് എന്നും, ഈ ഭാഗത്തെ തേർഡ് ക്വാഡ്രന്റ് എന്നും, ഈ ഭാഗത്തെ നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റ് എന്നും വിളിക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാൻ സാധിക്കും. ആ പോയിന്റുകളുടെ 2 കോർഡിനേറ്റുകൾ എക്സും വൈയും 2 കോർഡിനേറ്റുകളും പോസിറ്റീവാണ്. എക്സ് റൈറ്റും വൈ മുകളിലോട്ടുമാണ്, അതുകൊണ്ട് രണ്ടും പോസിറ്റീവാണ്. എന്നാൽ നമ്മൾ ഇവിടെ സെക്കൻഡിലേക്ക് വരുമ്പോൾ അവിടെ എക്സ് കോർഡിനേറ്റ് നോക്കുക, നെഗറ്റീവാണ്. എക്സ് നെഗറ്റീവ് ഡയറക്ഷനാണ്, വൈ പോസിറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. ഇവിടെ നമ്മൾ തേർഡിലേക്ക് വന്നാൽ അവിടെ എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. എന്നാൽ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വന്നാൽ എക്സ് റൈറ്റ് സൈഡാണ്, വൈ താഴോട്ടാണ്. അപ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമാണ്. ഇത്രയും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും.
ഇനി മറ്റൊന്ന്, വീണ്ടും നമ്മൾ കോർഡിനേറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് തിരിച്ചു വരിക. നിങ്ങൾ ഈ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഞാൻ തൽക്കാലം ഒരു പെർപെൻഡിക്കുലർ അങ്ങ് ഒഴിവാക്കുകയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ പി ബി അത് എക്സ് കോർഡിനേറ്റ് ആണെന്ന് നമുക്കറിയാം. ഈ പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഇത് വൈ ആക്സിസ് അല്ലേ? ഇതല്ലേ പി പറഞ്ഞ പോയിന്റ്. ഈ പി ബി എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് കാണാൻ സാധിക്കും. വൈ ആക്സിസും പി എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് കാണാൻ സാധിക്കും. അതാണ് എക്സ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ പറ്റും. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് വൈ ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. വൈ ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ് കോർഡിനേറ്റ് എന്നും നമുക്ക് എക്സ് കോർഡിനേറ്റിനെ പറയാം. ഇനി ഞാൻ ഈ ഒരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഒഴിവാക്കി എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ മാത്രം വരയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, പി എ വൈ കോർഡിനേറ്റാ. പി എ എന്ന് പറയുന്നത് എന്താണെന്ന് ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഇത് എക്സ് ആക്സിസ് ആണ്. പി എന്ന പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പി എ എന്ന് പറയുന്നത്. അതാണ് വൈ കോർഡിനേറ്റ്. അപ്പോൾ വൈ കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ആക്സിസും പോയിന്റുമായുള്ള ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റിനെ നമ്മൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കി. എങ്ങനെയൊക്കെയാ? പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരച്ചു, എയിൽ മീറ്റ് ചെയ്താൽ ഒ എ ആണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു. ആ ഒ എ തന്നെയാണ് പി ബി. പി ബി എന്ന് പറയുമ്പോൾ വൈ ആക്സിസും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് വൈ ആക്സിസും പോയിന്റുമായുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയാം. അത് ഡയറക്ഷൻ വെച്ച് പോസിറ്റീവ് നെഗറ്റീവ് എടുത്തോളണം. റൈറ്റ് വന്നാൽ പോസിറ്റീവ്, ലെഫ്റ്റ് വന്നാൽ നെഗറ്റീവാ. ഇനി അതുപോലെ വൈ കോർഡിനേറ്റ് എന്താണ്? പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക, ബിയിൽ മീറ്റ് ചെയ്തു, അപ്പൊ ഒ ബി ആണ് വൈ കോർഡിനേറ്റ്. അതോടൊപ്പം നമുക്ക് പറയാം പി എ ആണ് വൈ കോർഡിനേറ്റ് എന്നും പറയാം. അങ്ങനെയും പറയാം. പി എ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എക്സ് ആക്സിസും പോയിന്റുമായുള്ള ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുക. ഈ പി എന്ന പോയിന്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത്. അപ്പൊ എയുടെ അവിടത്തേക്ക് ആ പോയിന്റ് വന്നു എന്ന് വിചാരിക്കാം. ഇവിടെയാണ് എക്സ് ആക്സിസിൽ തന്നെയാണ് ആ പോയിന്റ് എന്ന് കരുതുക. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എക്സ് ആക്സിസും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു. ഈ പോയിന്റ് എയുടെ ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. ആ ഡിസ്റ്റൻസ് 0 ആയി മാറും. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആയി മാറും. അപ്പോൾ എന്താ മനസ്സിലായത്? ഒരു പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ അതിന്റെ വൈ കോർഡിനേറ്റ് 0. കാരണം വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതാണ് വൈ കോർഡിനേറ്റ്. ആ പോയിന്റ് തന്നെ എക്സ് ആക്സിസിലായാൽ എക്സ് ആക്സിസും പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് 0 ആയി പോകും. ദാറ്റ് മീൻസ് വൈ കോർഡിനേറ്റ് 0 ആയി പോകും. എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും. അത് ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. അപ്പൊ എന്താ മനസ്സിലായത്? ഒരു പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് എടുത്താൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് ഒ എ എന്ന ഡിസ്റ്റൻസ് 6 ആയതുകൊണ്ട് അതിന്റെ എക്സ് കോർഡിനേറ്റ് 6 ആയിരിക്കും. പക്ഷെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അത് എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 കണ്ടാൽ അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി എക്സ് കോർഡിനേറ്റിനെ കുറിച്ച് നോക്കാം. ഈ പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്. അതായത് വൈ ആക്സിസും പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്. അപ്പൊ ഈ പി എന്ന പോയിന്റ് ഇനി ബിയുടെ അടുത്തായാൽ ഇവിടെ ആയാൽ എന്താ സംഭവിക്കുക? ഈ പി ഡിസ്റ്റൻസ് 0 ആയി പോകും. പോയിന്റ് തന്നെ ഇവിടെ വൈ ആക്സിസിലായി. അപ്പോൾ ഡിസ്റ്റൻസ് 0 ആയി പോയി. വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് 0 ആയി പോയി. ദാറ്റ് മീൻസ് ഈ എക്സ് എന്ന് പറയുന്നത് 0 ആയി പോയി. ദാറ്റ് മീൻസ് എക്സ് കോർഡിനേറ്റ് 0 ആവും. അപ്പോൾ വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0. ഈ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വൈ കോർഡിനേറ്റ്. ഇപ്പോൾ ഇവിടെ ഒ ബി 3 ആണ്. അതുകൊണ്ട് വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. പക്ഷേ
വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0, 3 എന്നായിരിക്കും പോയിന്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒരു പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് 0, ഒരു പോയിന്റ് വൈ ആക്സിസിലാണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പം നമുക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 3, 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും നോക്കാം. 3, 0 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 3യും വൈ കോർഡിനേറ്റ് 0യും. വൈ കോർഡിനേറ്റ് 0 കണ്ടാൽ അപ്പോൾ തന്നെ പറയാം അത് എക്സ് ആക്സിസ് ആണ് എന്ന്. വൈ കോർഡിനേറ്റ് 0 അപ്പോഴേ പറയാം എക്സ് ആക്സിസ് ആണ്. എക്സ് കോർഡിനേറ്റ് 3 മീൻസ് റൈറ്റ് സൈഡിലേക്ക് 3. അപ്പോൾ 3 യൂണിറ്റ് ഇങ്ങോട്ട് എടുക്കണം. ഈ 3യുടെ അവിടെ വരും. അപ്പോൾ ആ 3, 0 എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ, ഈ ഒ എ എന്ന ഡിസ്റ്റൻസ് 3 ആണ്. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 3, പക്ഷെ എക്സ് ആക്സിസിലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0, 3, 0 എന്ന് പറയുന്ന പോയിന്റ്. ഇനി -3, 0 ആണെങ്കിലോ 3 യൂണിറ്റ് തന്നെയാണ്. -3, 0 എന്ന് പറയുമ്പോഴും വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എക്സ് ആക്സിസിൽ തന്നെയാണ്. പക്ഷേ എക്സ് കോർഡിനേറ്റ് -3 ആയതുകൊണ്ട് റൈറ്റിലേക്ക് വരുന്നതിന് പകരം ലെഫ്റ്റ് സൈഡിലേക്ക് വരും എന്നേ ഉള്ളൂ. അപ്പോൾ -3, 0 എന്ന പോയിന്റാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വൈ കോർഡിനേറ്റ് 0 കണ്ട അപ്പോഴേ മനസ്സിലായിക്കൊള്ളാം അത് എക്സ് ആക്സിസ് ആണെന്ന്. അത് എക്സ് കോർഡിനേറ്റ് നോക്കിയിട്ടാണ് എത്ര ദൂരം എടുക്കണം. എക്സ് കോർഡിനേറ്റ് 3 വന്നപ്പോൾ 3 യൂണിറ്റ് എടുക്കണം. അത് +3 ആണെങ്കിൽ റൈറ്റിലോട്ട് എടുക്കണം, -3 ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് എടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ഒരു പോയിന്റ് വൈ ആക്സിസിലായാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0. അപ്പോൾ 0, 3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ഇരിക്കും? 0, 3 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0, അപ്പോൾ വൈ ആക്സിസ്. വൈ കോർഡിനേറ്റ് 3, അപ്പം വൈ ആക്സിസിൽ 3 യൂണിറ്റ് മുകളിലോട്ട് പോകണം. ഈ പോയിന്റ് ആണ് 0, 3. ഇവിടുന്ന് 3 യൂണിറ്റ് മുകളിലേക്ക് പോകുന്നു. ആ പോയിന്റ് ആണ് 0, 3. ഇനി 0, -3 ആണെങ്കിലോ 0, -3 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആയിട്ട് വൈ ആക്സിസ് തന്നെയാണ്. പക്ഷേ വൈ കോർഡിനേറ്റ് -3 വരുമ്പോൾ മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് 3 യൂണിറ്റ് പോകണം. ഇതാണ് 0, -3 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇത് ഓർത്തോളണം, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം വൈ ആക്സിസ് ആണ്. അതുപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം എക്സ് ആക്സിസ്. എക്സ് കോർഡിനേറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം വൈ ആക്സിസ്, പോയിന്റും വൈ ആക്സിസുമായിട്ടുള്ള ഈ ഡിസ്റ്റൻസ്. വൈ കോർഡിനേറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം എക്സ് ആക്സിസ്, പോയിന്റും എക്സ് ആക്സിസുമായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പം ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ച ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് ഈ പ്ലെയിനിലുള്ള ഏതൊരു പോയിന്റിനെയും കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു കോർഡിനേറ്റ് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. തിരിച്ച് നമുക്കൊരു പോയിന്റ് തന്നാൽ നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് പറയാനും പറ്റും. ഈ പ്ലെയിനിലുള്ള ഏത് പോയിന്റിനെയും ഈ സിസ്റ്റം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഈ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ആ പേര് കൊടുക്കാൻ കാരണം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, അത് പേര് കൊടുക്കാൻ കാരണം ഈ മെത്തേഡ് അവതരിപ്പിച്ച മാത്തമാറ്റീഷ്യൻ ഉണ്ട്, ഡെക്കാർട്ടെ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സിസ്റ്റത്തിനെ അങ്ങനെ അറിയപ്പെടുന്നത്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട്, റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്നൊരു പേര് കൂടി ഈ സിസ്റ്റത്തിന് ഉണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത പ്ലെയിനിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പുതിയ കാര്യമല്ല, നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ വർഷം പല സ്ഥലങ്ങളിലും ആവശ്യം വരുന്നു എന്നുള്ളത് കൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വർഷം നിങ്ങൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് പോയി 3 ഡയമെൻഷണൽ ജോമെട്രി എന്നൊരെണ്ണം പഠിക്കാനുണ്ട്. 3 ഡയമെൻഷണൽ ജോമെട്രി ആകുമ്പോൾ പ്ലെയിനിലുള്ള പോയിന്റ് അല്ല, സ്പേസിലുള്ള പോയിന്റുകളാണ്. അപ്പോഴേക്കും ഈ 2 ആക്സിസിന് പകരം 3 ആക്സിസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോഴില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്, 12ാമത്തെ ചാപ്റ്ററിലാണ് അത് പഠിക്കാനുള്ളത്. കുറച്ചുകൂടി ഹയർ ലെവലിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ഒന്ന് ആവർത്തിച്ച് 1-2 പ്രാവശ്യം ഒന്ന് കണ്ട് ഈ ഭാഗം ഉറപ്പിക്കണം. നമുക്ക് അങ്ങോട്ട് +1 എന്നല്ല, മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ എല്ലായിടത്തും ആവശ്യമുള്ളതാണ് ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുകൊണ്ട് നന്നായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ.